ഏപ്രിൽ മാസം 5 മുതൽ 11 വരെയുള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ വാരഫലം ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. മേഷാദി 12 രാശിക്കാർക്ക് ഉള്ള സാമാന്യഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. ഗ്രഹസ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ മീനത്തിലാണ്, ശനി മീനത്തിലാണ്, അതുപോലെ കുജനും മീനത്തിലാണ്. ഈ 3 ഗ്രഹങ്ങളും മീനത്തിൽ വർത്തിക്കുന്നു. ബുധൻ കുംഭത്തിലാണ്, എന്നാൽ ഏപ്രിൽ 11 മീനത്തിലേക്ക് വരും. ശുക്രൻ മേടത്തിലേക്ക് പകർന്നു കഴിഞ്ഞു. ഗുരു മിഥുനത്തിൽ തന്നെയാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുള്ളത്. മീനം രാശിയിൽ സൂര്യനും ശനിയും ചൊവ്വയും 11-ാം തീയതി ബുധനും ചേരുന്നുണ്ട്. ശുക്രൻ മേടത്തിലാണ്, ഉച്ചസ്ഥിതിയിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയുടെ ഫല നിരൂപണം നടത്താം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂറ്. ശുക്രൻ ലഗ്നത്തിൽ വരുന്ന കാലമാണ് മേടക്കൂറുകാർക്ക്. എന്നാൽ 12-ലാണ് സൂര്യൻ്റെ സ്ഥാനം. പുറമേക്ക് ആത്മവിശ്വാസവും ഒക്കെ കാണിക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. എങ്കിലും മനസ്സിൽ നിറയെ ആശങ്കകളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു കാലമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ജോലിയെ സംബന്ധിച്ച് പുതിയ പദ്ധതികൾ ഒക്കെ ആലോചിക്കാനും നടപ്പിൽ വരുത്താനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദേശ ബന്ധങ്ങളുള്ളവർക്ക് അഥവാ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സോ കരിയറോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക് അഥവാ ഓൺലൈൻ ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓഫീസിൽ അഥവാ നിങ്ങളുടെ സബോർഡിനേറ്റ്സ്, നിങ്ങളുടെ ബോസ്, അങ്ങനെയുള്ളവർ നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു അറിവും ആ ഒരു കരുതലും നിങ്ങൾക്ക് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ കരിയറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനം സംബന്ധിച്ച് അനുകൂലമാണ്. എങ്കിലും അനാവശ്യ ചിലവുകൾ, അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വസ്ത്രം, നൂതന വസ്ത്രങ്ങൾ മുതലായിട്ടുള്ളവയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ധനം ചിലവ് ചെയ്യും. അതുപോലെ യാത്ര വേണ്ടി വരും. യാത്രയ്ക്ക് വേണ്ടിയിട്ടും കുറേയേറെ ധനം വിനിമയം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ധനത്തിൻ്റെ കമ്മി കുറച്ച് അനുഭവിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യ സംബന്ധമായിട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും യാത്ര മൂലവും അതുപോലെ ഉറക്കക്കുറവ് കൊണ്ടും ഉണ്ടാകാവുന്ന ക്ഷീണവും ഒക്കെ സാമാന്യമായിട്ട് ഉണ്ടാകും. കുടുംബത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളൊരു മേടക്കൂറുകാർ പൊതുവേ ഈ ഒരു കാലത്ത് കുറച്ച് കൂടുതൽ എനർജറ്റിക്കായിട്ട് ഉള്ള കാലമാണ്. ആ സമയം ആ എനർജി കൂടുതൽ അനാവശ്യമായിട്ട് ചിലപ്പോൾ കുടുംബത്തിൽ കാണിച്ചേക്കാം. അതുകൊണ്ടുണ്ടാകാവുന്ന ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പരിഹാരമായിട്ട് സൂര്യനെ പൂജിക്കുക, അഥവാ ഗായത്രി മന്ത്രജപം മറ്റും നടത്തുന്നവർ അത് നടത്തുക, അർഘ്യം കൊടുക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ളവ നല്ല ഫലം ചെയ്യും. അതുപോലെ തന്നെയാണ് അങ്ങനെ സൂര്യക്ഷേത്രങ്ങൾ നമുക്ക് കുറവാണല്ലോ, ആയതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നതും ഉത്തമം തന്നെയാണ്.